നിങ്ങളുടെ കയ്യിൽ ഒരു കമ്പനിയുടെ കുറേ ഷെയറുകളുണ്ട്. കുറച്ച് അഡീഷണൽ ഷെയറുകൾ ഡിസ്കൗണ്ട് വിലയിൽ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാകുമോ? അതാണ് ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതെങ്ങനെ ലഭിക്കും? അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് കമ്പനികളുടെ റൈറ്റ്സ് ഇഷ്യൂവിനെ പറ്റിയിട്ടാണ്. ഈ ടോപ്പിക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ടൊന്ന് മുന്നോട്ട് പോകാം. ഓഹരി വിപണിയിൽ നിന്ന് കമ്പനികൾക്ക് പുതിയതായിട്ട് ഫണ്ട് റേസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ പലതാണ്. അതായത് ഒരു പുതിയതായിട്ടൊരു കമ്പനി വരികയാണെങ്കിൽ IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫർ, അല്ലെങ്കിൽ ഓൾറെഡി IPO നടത്തിയിട്ടുള്ള കമ്പനി കൂടുതൽ എമൗണ്ട് സ്വരൂപിക്കുന്നതിനായിട്ട് ഫോളോ ഓൺ പബ്ലിക് ഓഫർ അല്ലെങ്കിൽ FPO പോലുള്ള മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് പുതിയ ഷെയർ ഹോൾഡേഴ്സാണ് ഇതിലേക്ക് വരാനുള്ള സാധ്യതയുള്ളത്. പക്ഷേ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു അഡീഷണൽ ഷെയറുകൾ ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി വരുന്നത്. ഒരു കമ്പനി റൈറ്റ്സ് ഇഷ്യൂവിന് മുന്നോട്ട് പോകുമ്പോൾ കമ്പനിയിൽ പുതിയ ഓഹരികൾ അവർക്ക് കൊടുക്കുന്നു. പക്ഷേ പൊതുവിപണിയിലല്ല, നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡർമാർക്ക് അഡീഷണൽ ആയിട്ടുള്ള ഷെയറുകൾ ഒരു അവകാശം എന്നുള്ള രീതിയിൽ ഒരു കൺസെഷൻ റേറ്റിൽ കൊടുക്കുകയാണ് ഈ റൈറ്റ്സ് ഇഷ്യൂ വഴി ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് പറയുമെങ്കിൽ നിങ്ങൾക്ക് ABC എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ 100 ഓഹരികളുണ്ട് എന്ന് കരുതുക. ആ കമ്പനി പറയുകയാണ് 1:5 റേഷ്യോയിൽ റൈറ്റ്സ് ഇഷ്യൂ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/5 നിങ്ങളുടെ കയ്യിലുള്ള ടോട്ടൽ ഓഹരിയുടെ 1/5, 100ൻ്റെ 1/5 എന്ന് പറഞ്ഞാൽ 20 പുതിയ ഓഹരികൾ കമ്പനി പറയുന്ന കൺസെഷൻ പ്രൈസിൽ വാങ്ങാനുള്ള അവകാശം ലഭിക്കും എന്നാണ്. കമ്പനി ചിലപ്പോൾ പറയാം ഈ അന്നത്തെ വില എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 500 രൂപയാണെന്നുണ്ടെങ്കിൽ കമ്പനി ചിലപ്പോൾ പറയും 375 രൂപയ്ക്ക് കൊടുക്കാം, 125 രൂപ നഷ്ടത്തിലായാലും കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഈ കമ്പനി എന്തിനാണ് ഇങ്ങനൊരു കൺസെഷൻ റേറ്റിൽ റൈറ്റ്സ് ഇഷ്യൂ നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, പുതിയതായിട്ടുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റിയോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുകളോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു ബിസിനസ് മേഖലയോ ഒക്കെ കണ്ടുപിടിക്കുന്നതിനായിട്ട് അഡീഷണൽ ആയിട്ട് ഫണ്ട് വേണ്ടി വരുമ്പോഴൊക്കെയാണ് ഇത് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ കമ്പനി കടമുള്ള കമ്പനികളാണെങ്കിൽ കടം തിരിച്ചടയ്ക്കുന്നതിന് അവരുടെ ബാലൻസ് ഷീറ്റൊക്കെ ഒന്ന് ക്ലിയർ ആക്കുന്നതിനായിട്ട് ഈ റൈറ്റ്സ് ഇഷ്യൂകൾ ചെയ്യാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാക്കുന്നതിനായിട്ട്, ഇപ്പോൾ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റികൾക്ക് സാലറി കൊടുക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ എടുക്കുന്നതിനായിട്ടൊക്കെ പണം അധികമായിട്ട് ആവശ്യം വരുമ്പോൾ റൈറ്റ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല, IPO പോലെ പുറമേയുള്ള ഒരാൾക്ക് കൊടുക്കാതെ നമ്മളുടെ കമ്പനിക്ക് ഉള്ളിൽ തന്നെയുള്ള ആളുകൾക്ക് കൊടുത്തുകൊണ്ട് ആ ഒരു ക്യാപിറ്റൽ സർക്കിൾ നിലനിർത്തിക്കൊണ്ട് ഫണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് റൈറ്റ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്. പുതിയതായിട്ട് വായ്പ എടുക്കുന്നതിന് പകരമായിട്ട് ചെറിയൊരു ഡിസ്കൗണ്ടിലായാലും നമ്മൾക്ക് കൂടുതൽ പണം കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ റൈറ്റ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ IPO ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ FPO ചെയ്യുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന കുറേ പ്രോസസ്സുകളുണ്ട്. ഈ കമ്പനികൾ ഫോളോ ചെയ്യേണ്ട കുറേ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളിൽ പലതും ഫോളോ ചെയ്യാതെ തന്നെ റൈറ്റ്സ് ഇഷ്യൂ ചെയ്യാമെന്നുള്ളത് വളരെ എളുപ്പത്തിൽ പണം കണ്ടുപിടിക്കാനായിട്ട് ഈ കമ്പനികളെ റൈറ്റ്സ് ഇഷ്യൂ കൊണ്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ റൈറ്റ്സ് ഇഷ്യൂ എങ്ങനെയാണ് നടക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി റൈറ്റ്സ് ഇഷ്യൂ നടത്താൻ ബോർഡ് മീറ്റിംഗ് തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റെക്കോർഡ് ഡേറ്റ് പ്രഖ്യാപിക്കും, ഒരു ദിവസം. ആ ദിവസം നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ആ ഓഹരി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ്സ് എൻടൈറ്റിൽമെൻറ്റ് ലഭിക്കും. RE, റൈറ്റ്സ് എൻടൈറ്റിൽമെൻറ്റ് ലഭിക്കും. ഈ RE എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിൽ ഓർമ്മിച്ച് വെക്കണം. ഈ RE എന്ന് പറഞ്ഞിട്ട് ഉള്ള റൈറ്റ്സ് എൻടൈറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഈ RE ഷെയറുകൾ ലിസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ റൈറ്റ്സ് എൻടൈറ്റിൽമെൻറ്റ് നിങ്ങൾക്ക് 3 തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്ന്, ഈ പറഞ്ഞ പീരിയഡിൽ, ഈ റെക്കോർഡ് ഡേറ്റിന് ശേഷമുള്ള പീരിയഡിൽ ഈ RE ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഷെയറുകൾ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിൽ ഈ REക്ക് ഇപ്പോൾ RE സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു 10 രൂപ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ 10 രൂപ എന്നുള്ളത് ചിലപ്പോൾ ഡിമാൻഡ് കൂടി ചിലപ്പോൾ 11 ആവും, 12 ആവും. അപ്പോൾ നമ്മൾക്ക് സാധാരണ ഷെയർ വിറ്റടിക്കുന്നത് പോലെ നമുക്ക് കൂടിയ എമൗണ്ടിന് അല്ലെങ്കിൽ നമുക്ക് അവിടെ പറയുന്ന ഒരു മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് വിറ്റഴിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തേത്, ഒന്നും ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ RE ലാപ്സാവും, നമുക്ക് ആ കിട്ടിയിട്ടുള്ള റൈറ്റ്സ് എൻടൈറ്റിൽമെൻറ്റ് നടക്കാതെ വരും. അപ്പോൾ എന്തെങ്കിലും ആക്ട് ചെയ്താലാണ് നമുക്കൊന്നുകിൽ ആ ഷെയർ വിറ്റ് അല്ലെങ്കിൽ RE വിറ്റ് നമുക്ക് ലാഭം എടുക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ REയെ ആക്ച്വലി ഒരു ഷെയറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയോ ചെയ്യുക. ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്ക് REയുടെ വാല്യൂ 0 മാറുകയും അത് നാച്ചുറലി നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് പോവുകയും ചെയ്യും. REക്ക് എപ്പോഴും ഒരു വിലയുണ്ടായിരിക്കും എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. REക്ക് ഒരു സാധാരണ ഷെയറിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഒരു സപ്ലൈ ഡിമാൻഡ് മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടാണല്ലോ. അതുപോലെ തന്നെ ഈ REക്കും ഒരു സപ്ലൈ ഡിമാൻഡ് മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ RE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ REയുടെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസും റൈറ്റ്സ് ഇഷ്യൂ പ്രൈസും, ഇപ്പോൾ ഒരു 500 രൂപയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസിലുള്ള ഒരു ഓഹരി 375 രൂപ
റൈറ്റ്സ് ഇഷ്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 500 മൈനസ് 375 125 രൂപയായിരിക്കും ഈ REയുടെ വില. പക്ഷേ RE വാങ്ങാനും വിൽക്കാനും ആളുകൾ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ച് എന്തുണ്ടാവും, അതിൻ്റെ ഡിമാൻഡിനനുസരിച്ച് ഈ 125 എന്ന് പറയുന്നത് ചിലപ്പോൾ 124 ആവാം, ചിലപ്പോൾ 126 ആവാം, ചിലപ്പോൾ 130 ആവാം. അതങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു REയും നമുക്ക് വേണമെങ്കിൽ വിറ്റും വാങ്ങി നമുക്ക് ലാഭം എടുക്കാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എപ്പോഴും മാർക്കറ്റ് ഈ കമ്പനിയുടെ ഒരു ക്രെഡിബിലിറ്റിയും മാർക്കറ്റിന് അപ്പോഴത്തെ അവസ്ഥയും മാർക്കറ്റിൽ ആ കമ്പനിയുടെ ഒരു PE നിലവാരവും ഒക്കെ നോക്കിക്കൊണ്ട് REയുടെ വില കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാറുണ്ട് പതിവ്. സാധാരണഗതിയിൽ ഒരു RE കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ABSA പ്രോസസ്സ് വഴി നമ്മുടെ നെറ്റ് ബാങ്കിങ് വഴിയാണ് നമ്മൾ ഈ റൈറ്റ്സ് ഇഷ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഓൺലൈൻ ബാങ്കിങ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ IPO റൈറ്റ്സ് ഇഷ്യൂ സെക്ഷൻ ഉണ്ടായിരിക്കും. അവിടെ പോയിട്ട് നിങ്ങളുടെ ഈ പറഞ്ഞ RE, അതായത് ഇപ്പോൾ ABC കമ്പനിയുടെ RE നമ്മൾക്ക് ഇത്ര എണ്ണം നമ്മൾക്ക് റൈറ്റ്സ് എൻടൈറ്റിൽമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും എണ്ണം നമ്മൾ ആ അക്കൗണ്ടിൽ അടിച്ചു കൊടുക്കുകയും അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എത്ര രൂപയാണ്, ഇപ്പോൾ 375 രൂപയുടെ 100 ഷെയർ ആണെന്നുണ്ടെങ്കിൽ 37,500 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബ്ലോക്ക് ആവുകയും ഈ RE എക്സിക്യൂട്ട് ആവുന്ന അല്ലെങ്കിൽ റൈറ്റ്സ് ഇഷ്യൂസ് എക്സിക്യൂട്ട് ആവുന്ന ദിവസം നമ്മളുടെ ഈ അക്കൗണ്ടിൽ നിന്ന് ഈ 37,500 രൂപ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ഈ 37,500 രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ 100 ഷെയറുകൾ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ലിസ്റ്റ് ആവുകയും ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു റൈറ്റ്സ് ഇഷ്യൂ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഷെയറായിട്ട് കൺവേർട്ട് ആക്കുന്നത്. രണ്ടാമത്തെ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ RE ട്രേഡ് ചെയ്യാം എന്നുള്ളത് നമ്മൾ സാധാരണ സ്റ്റോക്കുകളും ETFകളൊക്കെ ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ പ്ലാറ്റ്ഫോം വെച്ച് ട്രേഡ് ചെയ്യാനും സാധിക്കും. അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് ആ കമ്പനിയുടെ ഒരു അവസ്ഥ ഭദ്രമാണോ എന്ന് നോക്കിയിട്ടാണ്. ഫിനാൻഷ്യൽ അവസ്ഥ ഭദ്രമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നന്നാവുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഷെയർ കിട്ടുന്നത് വളരെ ലാഭത്തിലാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ റൈറ്റ്സ് എൻടൈറ്റിൽമെൻറ്റ് വഴി കിട്ടുന്ന ഷെയറുകൾ വളരെ ലാഭത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ എപ്പോഴും കമ്പനിയുടെ ഒരു പ്രോഫിറ്റബിലിറ്റിയും റവന്യൂവും അത്ര സ്ഥിരമല്ല, അല്ലെങ്കിൽ കമ്പനി ഒരു അവസാന കൈയെന്നുള്ള നിലയ്ക്കാണ് ഈ പൈസ കളക്ട് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ റൈറ്റ്സ് എൻടൈറ്റിൽമെൻറ്റ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തരം കമ്പനികളിൽ അപ്ലൈ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റൈറ്റ് എൻടൈറ്റിൽമെൻറ്റ് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനിയെ പറ്റിയിട്ട് മനസ്സിലാക്കുക, അത് നല്ലതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അപ്ലൈ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിപണിയിൽ അത് വിറ്റഴിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും RE ലഭിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നത് അത്ര നല്ല തീരുമാനമല്ല. ഒരു കാരണവശാലും അത് ചെയ്യരുത്. അപ്പോൾ RE ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് ഷെയറാക്കി മാറ്റുക, അല്ലെങ്കിൽ അത് വിറ്റ് നമുക്ക് കിട്ടുന്ന മിനിമം പൈസയെങ്കിലും വാങ്ങിയെടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ആ കമ്പനി ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട്, ആ കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റാണ്. അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് കാണുന്നത്. കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.